ബിഗ് ബോസ് ലൈവിൽ അപ്പോൾ സിബിൻ ഋഷിയോട് പറയുന്നുണ്ട് അഭിഷേക് ജയദീപിൻ്റെ കളികളൊക്കെ തീർന്നു, അവൻ ഓരോ കളികൾ 2 ദിവസമായിട്ട് ഇറക്കുന്നതൊക്കെ തേഞ്ഞു പോവാണ്, അവന് പ്രത്യേകിച്ചൊരു കളികളൊന്നും ഇല്ല, ഇന്നിപ്പോൾ അവൻ വേറെ സ്റ്റൈലൊക്കെയാണ് പിടിച്ചേക്കണേ, നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നാണ്ടില്ലേ, ഇനിയിപ്പോൾ അവൻ അതിനുള്ള പ്ലാനാണെന്നൊക്കെ പറയുന്നുണ്ട് സിബിൻ ഋഷിയോട്. ഋഷി പറയും അങ്ങനെ സ്റ്റൈലും കൊണ്ടൊക്കെ ആർക്കെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ സിബിൻ പറയും പിന്നെ അല്ലാണ്ട് അങ്ങനെയല്ല ഈ അർജുനൊക്കെ നിന്ന് പോകണം, അല്ലാണ്ട് അവനൊക്കെ എന്നാ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ഋഷി പറയുന്നുണ്ട് അത് ശരി, അത് ഞാനും ആലോചിച്ചു, അർജുനൊക്കെ എന്താ നിന്ന് പോകണമെന്നുള്ള രീതിയിൽ ഋഷിയോ അവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് സിബിനെ എപ്പോഴും അപ്പോൾ അർജുൻ്റെ കുറ്റം ഇങ്ങനെ ഋഷിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പറയണ ഋഷി എന്ത് ചെയ്തിട്ടാണോ നിന്ന് പോണത്. ജാസ്മിൻ ഉറങ്ങിയ ശിഷ്യയായിട്ടായിട്ട് ജാസ്മിനോട് ഇപ്പൊ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിൽക്ക് എന്ന് പറഞ്ഞ സിനിമയിലെ ബിന്ദു പണിക്കരുടെ റോള് ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പവർ ടീം പണിഷ്മെന്റ് ആയിട്ട് ജാസ്മിൻ അത് കൊടുത്തേക്കണെയാണ്. ബിഗ് ബോസ് ഇപ്പോൾ എല്ലാവരോടും ലീവിൽ റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇനി അവസാന ചലഞ്ചിങ് ടാസ്ക് ആണ്. 3 ടീമുകൾക്ക് ഒരേ പോയിന്റ് ആണല്ലോ. അപ്പൊ പവർ റൂമിന്റെ കൂടെ മത്സരിക്കേണ്ടത് ആരാണെന്നുള്ളത് പവർ ടീമുകാർക്ക് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് അവർ സായുടെ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.